ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെഎസ് മാത്സ് ഓൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സ് ചാപ്റ്റർ 1 സെറ്റ്സ്. അതിൽ സബ്സെറ്റ്സ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സെറ്റ് കൺസിഡർ ചെയ്യുക. എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. അടുത്തൊരു സെറ്റ് വൈ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. ഇങ്ങനെ രണ്ട് സെറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ക്ലാസ്സിലെ ഏതൊരു കുട്ടി എടുത്തു കഴിഞ്ഞാലും ആ കുട്ടി ഈ സ്കൂളിലെ കുട്ടി തന്നെ ആയിരിക്കില്ലേ. അതായത് ഈ വൈ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻസും എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് തന്നെയായിരിക്കും അല്ലേ. അങ്ങനെയുള്ള സെറ്റ്സിനെയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഓൾ എലമെൻറ്റ്സ് ഓഫ് വൈ ആർ എലമെൻറ്റ്സ് ഓഫ് എക്സ്, ഹെൻസ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു ഒരു എലമെൻ്റ് ആണെങ്കിൽ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആപ്സിലോൺ എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് എഴുതുന്നത്. നോക്കിയാൽ വൈ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സിമ്പിളാണ് ഇടുക, വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് എഴുതാൻ. അപ്പോൾ ഈ ഒരു സിമ്പിളിനെ വായിക്കുന്നത് എന്താണ്? ഈസ് എ സബ്സെറ്റ് ഓഫ്, അല്ലെങ്കിൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എന്നും വായിക്കും കേട്ടോ. അപ്പോൾ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എക്സ് എന്ന് വായിക്കാം അല്ലേ. അപ്പോൾ ഇനി സബ്സെറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ സെറ്റ് എ ഈസ് സെഡ് ടു ബി എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി if every element of A is also an element of B. ഇതിനെ സിംബോളിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? A is a subset of B if whenever A element of A then A element of B. A എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ എലമെൻ്റ് ആണെങ്കിൽ ആ എ ബിയിലെയും എലമെൻ്റ് ആയിരിക്കും എല്ലാ എലമെൻസിനും. അങ്ങനെ വരുമ്പോഴാണ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. ഇതിനെ ഒന്നുകൂടി ചുരുക്കി എഴുതുക. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ എലമെൻ്റ് ഓഫ് എ ഇംപ്ലൈസ് എ എലമെൻ്റ് ഓഫ് ബി. അപ്പം ഇതെന്താ വായിക്കുക? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ഈസ് ആൻ എലമെൻ്റ് ഓഫ് എ ഇംപ്ലൈസ് ദാറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെൻ്റ് ഓഫ് ബി. ഇനി എ സബ്സെറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നോട്ട് ആൻ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാനുള്ള സിമ്പിൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇഫ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി വി റൈറ്റ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. നമ്മൾ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അതായത് ഈ സബ്സെറ്റിന് സിമ്പിൾ ഇടുക, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഈക്വൽ ആയിട്ടുള്ള രണ്ട് സെറ്റ്സ് എടുത്ത് നോക്കുക. എ ഈക്വൽ ടു ബി ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്താ അറിയാം? എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലെ എലമെൻറ്റ്സ് ആയിരിക്കും, ബിയിലെ എലമെൻറ്റ്സ് എല്ലാം എയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഇങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ എ ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? എ എലമെൻറ്റ് ഓഫ് എ ഇംപ്ലൈസ് എ എലമെൻറ്റ് ഓഫ് ബി. അതായത് ഇതിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും, എയിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് ബിയിലെ എലമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ സബ്സെറ്റിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ ബി എന്ന് പറയാം അല്ലേ. ഇനി ഇതിൽ തന്നെ നമുക്ക് ബിയിലെ ഒരു എലമെൻ്റ് എടുത്തു, ബി എലമെൻ്റ് ഓഫ് ബി ആണെങ്കിൽ ഇത് ഈക്വൽ ആയതുകൊണ്ട് ആ ബി എയിലും ഉണ്ടാവില്ലേ. അപ്പോൾ ബി എലമെൻ്റ് ഓഫ് ബി ഇംപ്ലൈസ് ബി എലമെൻ്റ് ഓഫ് എ. അതായത് ബിയിലെ എല്ലാ എലമെൻറ്റ്സും എയിലും ഉണ്ടെന്നും പറയാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? എ ഈക്വൽ ടു ബി ആവുകയാണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ബി എയുടെയും സബ്സെറ്റ് ആയിരിക്കും. അതായത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സെറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ്സ് ആയിരിക്കും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി ഇംപ്ലൈസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നെഴുതാം അല്ലേ. ഇനി ഇതിൻ്റെ തന്നെ നേരെ തിരിച്ച് നമ്മൾ നോക്കിയെന്ന് വിചാരിക്കുകയും എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എവറി എലമെൻ്റ് ഓഫ് എ ഈസ് ഇൻ ബി. അതുപോലെ ബി സബ്സെറ്റ് ഓഫ് എയും കൂടി ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എവറി എലമെൻ്റ് ഓഫ് ബി ഈസ് ഇൻ എ.
അതായത് എയിലെ എല്ലാ എലമെൻസും ബിയിലും ഉണ്ട്, ബിയിലെ എല്ലാ എലമെൻസും എയിലും ഉണ്ട് അല്ലേ. അതായത് എയിലെയും ബിയിലെയും എലമെൻസ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇംപ്ലൈസ്, ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ട്, ബിയിലെ എല്ലാ എലമെൻസും എയിലുണ്ട്. അതായത് എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എ ഈക്വൽ ടു ബി ഇംപ്ലൈസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇവിടെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ, അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി. അപ്പോൾ ഈ ഒരു സിമ്പിളിനെ വായിക്കുക ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ് കേട്ടോ. ഇതിനെ ചുരുക്കി IFF എന്ന് എഴുതൂ കേട്ടോ. ഒരു സെറ്റ് എ എടുത്തു കഴിഞ്ഞാൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇറ്റ് സെൽഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് എയിലെ എലമെൻറ്റ്സ് തന്നെയാണ് എയിലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. അതുപോലെ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ. ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. ഇനി ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ. ക്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ, അതായത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എ ഈക്വൽ ടു സെറ്റ് AEIOU എടുത്തു എന്ന് വിചാരിക്കുക. ബി ഈക്വൽ ടു സെറ്റ് ABCD എടുക്കുക. അപ്പോൾ നോക്കിയേ, എയിലെ എലമെൻറ്റ്സ് എല്ലാം ബിയിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ എലമെൻറ്റ് ഓഫ് എ ബട്ട് ഈ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ ഈ നോട്ട് എ സബ്സെറ്റ് എന്ന് തെളിയിക്കാൻ, അതായത് സബ്സെറ്റ് അല്ല എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എയിലുള്ളത് ബിയിലില്ല എന്ന് തെളിയിച്ചാൽ മതി. ഇനി സബ്സെറ്റ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ പക്ഷേ ഇതിലുള്ള എല്ലാ എലമെൻസും ഇതിലുണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അതുപോലെ തന്നെ ബിയിലെ എലമെൻ്റ് ആണ് ബി അല്ലേ. സ്മോൾ ലെറ്റർ ബി ബിയിലെ എലമെൻ്റ് ആണ്, പക്ഷെ അത് എയിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ എന്നും പറയാം അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ, എ ഈക്വൽ ടു സെറ്റ് 1 3 5 എടുത്തു. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിൽ ഏതൊക്കെ എലമെൻസാണ് വരിക, ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും, 3 വരും, 5 വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാം, എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 1 3 5, അതെല്ലാം ബിയിലെ എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അതുപോലെ തന്നെ ബിയിലെ എലമെൻറ്റ്സ് എല്ലാം എയിലെയും എലമെൻറ്റ്സ് ആണ്, 1 3 5 തന്നെയാണ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നും പറയാം അല്ലേ. അപ്പോൾ ഇത് രണ്ടും ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഇനി പറയാൻ പോകുന്നത് ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ് ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, അതായത് എയും ബിയും ഈക്വൽ അല്ല പക്ഷേ എ ബിയുടെ സബ്സെറ്റ് ആണ് എങ്കിൽ പറയുന്നതാണ് എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. അതായത് എയും ബിയും ഈക്വൽ അല്ല, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ഒരു സബ്സെറ്റ് പ്രോപ്പർ സബ്സെറ്റ് ആവുന്നത് അത് രണ്ടും ഈക്വൽ അല്ലാണ്ടാവുമ്പോഴാണ് കേട്ടോ. ഇനി അങ്ങനെ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ഈ ബീനെ നമ്മൾ പറയുന്നത് ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ.
എന്താണ് സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയും. എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ഇതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3 എടുത്തു, ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 എടുത്താൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ഓൾസോ ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും പറയാം അല്ലേ. നമ്മൾ എം ടി സെറ്റ് അഥവാ നൾ സെറ്റ് 5 പഠിച്ചു. അതുപോലെ തന്നെ വേറൊരു സെറ്റ് ഉള്ളതാണ് സിംഗിൾട്ടൺ സെറ്റ്. ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഇഫ് എ സെറ്റ് എ ഹാസ് ഓൺലി 1 എലമെൻറ്റ് വി കോൾ ഇറ്റ് എ സിംഗിൾട്ടൺ സെറ്റ്. ഇതിന് എക്സാമ്പിൾ എന്തായിരിക്കും? സെറ്റ് 1 അല്ലെങ്കിൽ സെറ്റ് 5 അല്ലെങ്കിൽ സെറ്റ് 0 ഇങ്ങനെയുള്ള സെറ്റ്സൊക്കെ സിംഗിൾട്ടൺ സെറ്റാണെന്ന് പറയാം. ശ്രദ്ധിക്കണം, സെറ്റ് 0യും 5യും രണ്ടും രണ്ടാണ് കേട്ടോ. ഇതിൽ ഒരു എലമെൻ്റ് ആണ് 0, 5 എന്ന് പറയുന്നത് ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സെറ്റ്സ് നോക്കാം. ഫസ്റ്റ് സെറ്റ് 5, സെക്കൻഡ് സെറ്റ് എ ഈക്വൽ ടു 1 3, തേർഡ് സെറ്റ് ബി ഈക്വൽ ടു 1 5 9, ഫോർത്ത് സെറ്റ് സി ഈക്വൽ ടു 1 3 5 7 9. ഈ 4 സെറ്റ്സും തമ്മിലുള്ള റിലേഷൻ നോക്കാം കേട്ടോ. അതായത് 5 എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ സെറ്റ്സിൻ്റെയും സബ്സെറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. അതുപോലെ തന്നെ 5 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നും എഴുതാം അല്ലേ. എയും ബിയും തമ്മിലുള്ള റിലേഷൻ, എയിലെ എലമെൻറ്റ്സ് 1 3 ആണ്, ബിയിലെ എലമെൻറ്റ്സ് 1 5 9 ആണ്. എയിലെ 3 എന്ന എലമെൻറ്റ് 3 എലമെൻറ്റ് ഓഫ് എ, ബട്ട് 3 ഈസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് ബി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. എയും സിയും എടുത്തു കഴിഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് 1 3 അത് രണ്ടും സിയിലും കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. അതുപോലെ ബിയിലെ എലമെൻറ്റ്സ്, ബിയിലെ 1 ഇതിലുണ്ട്, 5ഉം സിയിലുണ്ട്, 9ഉം സിയിലുണ്ട് അല്ലേ. അതായത് ബിയിലെ എല്ലാ എലമെൻറ്റ്സും സിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. അതായത് ഈ സി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സൂപ്പർ സെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ റിലേഷൻ കണ്ടെത്തേണ്ടത്. സബ്സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എല്ലാ എലമെൻറ്റ്സും ഉണ്ടോ എന്ന് നോക്കണം. സബ്സെറ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീസൺ ആയിട്ട് ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഇല്ല എന്ന് തെളിയിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അതായത് ലെറ്റ് എ ബി സി be 3 sets. If A element of B and B is a subset of C, is it true that A is a subset of C? If not, give an example. A എന്ന് പറയുന്ന സെറ്റ് ബിയിലെ എലമെൻ്റ് ആണ് കേട്ടോ, സബ്സെറ്റ് അല്ല. എങ്കിൽ പിന്നെ ബി എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റും കൂടിയാണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സാമ്പിളിൽ കൂടെ നോക്കാം. അതായത് എ ഈക്വൽ ടു സെറ്റ് 1 എന്നെടുത്തു. അപ്പോൾ ബി നമുക്ക് എന്തെടുക്കാം? ബിയിലെ ഒരു എലമെൻറ്റ് ആണ് എ എന്നാണ് പറഞ്ഞത്. ബിയുടെ സബ്സെറ്റ് അല്ല, ബിയിലെ ഒരു എലമെൻ്റ് ആണ് എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെറ്റ് എ എന്ന് പറയുന്നത് ഇതിലെ ഒരു എലമെൻ്റ് ആയിട്ട് എടുക്കാം. ഇനി വേറൊരു എലമെൻറ്റ് 2, വേറൊരു എലമെൻറ്റ് 3, ഇത്ര എലമെൻറ്റ്സ് നമുക്ക് എടുക്കാം അല്ലേ ബിയിലെ. ഇനി സിയുടെ സബ്സെറ്റ് ആണ് ബി എന്ന് പറഞ്ഞതുകൊണ്ട് സിയിൽ നമുക്ക് ഈ ബിയിലെടുത്ത എലമെൻറ്റ്സ് എല്ലാം വേണം. അതായത് സെറ്റ് 1 വേണം, 2 3 പിന്നെ ഒരു 4 5 കൂടി ഇരുന്നോട്ടെ. അപ്പോൾ സിയിലെ എലമെൻറ്റ്സ് ഇത്രയും എടുത്തു എന്ന് വിചാരിക്കും. ഇങ്ങനെ എക്സാമ്പിളിലൂടെ പറയുമ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി അല്ലേ. എ ബിയിലെ എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി, സിയിലെയും എലമെൻ്റ് ആണ് അല്ലേ എ. പക്ഷേ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. മാത്രമല്ല നമുക്ക് പറയാം ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. കാരണം ബിയിലെ എലമെൻറ്റ്സ് സെറ്റ് 1 പിന്നെ 2 3 അത് 3ഉം ഈ സിയിലുള്ളതുകൊണ്ട് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്നും പറയാം. ബട്ട് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. പക്ഷേ എ എന്ന് പറയുന്നത്
സിയുടെ സബ്സെറ്റ് അല്ല. എന്തുകൊണ്ടാണ്? 1 എലമെൻറ്റ് ഓഫ് എ, 1 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ്. ബട്ട് 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സി. സിയിൽ 1 ഉണ്ടോ? 1 ഇല്ല. സെറ്റ് 1 ഉള്ളൂ അല്ലേ? 1 എന്ന് പറയുന്ന നമ്പർ ഇല്ല. സെറ്റ് 1 എന്ന് പറയുന്ന സിംഗിൾട്ടൺ സെറ്റ് 1 ആണ് സിയിലുള്ളത്. അപ്പോൾ 1 എന്ന് പറയുന്നത് സിയിലെ എലമെൻ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. 3 സെറ്റ്സ് എ ബി സി എടുത്തിട്ട് എ എലമെൻറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് സി ആവില്ല എന്ന് പറയാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെറ്റിലെ ഒരു എലമെൻറ്റ് ഒരിക്കലും ആ സെറ്റിൻ്റെ സബ്സെറ്റ് ആവില്ല. എന്താണ്? ഒരു സെറ്റിലെ എലമെൻറ്റ് ഒരിക്കലും അതിൻ്റെ സബ്സെറ്റ് ആവില്ല. അതൊരു എലമെൻറ്റ് മാത്രമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് സബ്സെറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് റിയൽ ലൈനിലെ ഓരോ സബ്സെറ്റൊക്കെയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്